ഹലോ, എല്ലാവർക്കും മണ്ടസ് ഫ്ലോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു തിലോപ്പിയ മീൻകറി വെക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇതിനെ വെട്ടി റെഡിയാക്കി വിട്ടേ. അത്രയും കൊണ്ട് ഇല്ല നോക്കിയേ, ടോമുല്ല അക്കീലിയോയും എല്ലാം തേക്ക് നമ്മൾ തേക്കണ്ട. നമുക്കിത് തലയൊന്ന് തേച്ചെടുക്കാവേ. പിന്നെ ചെറിയ ചെറിയ ചെതുമ്പലെല്ലാം അങ്ങ് പോകും ഇങ്ങനെ തേക്കുമ്പോൾ. ുള്ള എല്ലാ സാധനവും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ കുടംപുളി. കുട്ടനാട്ടുകാരുടെ സ്പെഷ്യലാണ് കുടംപുളി ഇട്ട മീൻകറി ഉണ്ടാക്കുന്നത് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള മീൻകറിയാണ്. അപ്പം കടുകൊന്നും താളിക്കുന്നില്ല. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഇഞ്ചി വെളുത്തുള്ളി വാടി വന്ന് നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. പെട്ടെന്ന് വഴച്ചെടുക്കാൻ വേണ്ടി ശകല ഉപ്പിടാം നമുക്ക്. ഇത്രയും മതി കേട്ടോ. ഇതിന് ശേഷം നമുക്ക് എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ തക്കാളിയും കൂടെ ചേർക്കും. ഈ തക്കാളിയുടെ വെള്ളത്തിൽ കിടന്നിതിങ്ങനെ മൂക്കും മസാല. മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നു കേട്ടോ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. വൃത്തിയായിട്ട് വന്നു തണുപ്പ് പോയി കേട്ടോ. ഞാനിത് മിക്സിക്കകത്തോട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ മസാല എല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്ന് ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് ഉലുവ എല്ലാം കൂടെ താളിക്കാം. കടുക് ഉലുവ എല്ലാം പൊട്ടി കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒരു പകലം ചേർക്കാം. ഇതിനകത്തോട്ടൊരു സ്വല്പം മുളക് പൊടി ഞാൻ ചേർത്ത് കേട്ടോ. ഇതിനാണെന്നറിയാം, നമ്മുടെ അരച്ച് വെച്ച മീൻ്റെ ആ പച്ച ചുവയില്ലാതെ മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ ശകലം വെള്ളം കൂടി ഞാൻ ചേർക്കുക. അപ്പോൾ മസാല നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായിട്ട് തിളച്ചെങ്കിൽ ഇതിലെ പുളിയും ഉപ്പും എല്ലാം ഇറങ്ങി ഈ അരപ്പിലേക്ക് പിടിക്കത്തുള്ളൂ. തല ഇട്ട് കൊടുക്കുക. തല അരപ്പി പിടിച്ച് കഴിയുമ്പോൾ മീനിനകത്തോട്ട് പെട്ടെന്ന് നമുക്ക് പുളിയും ഉപ്പും എല്ലാം പിടിക്കും. കുടംപുളിയല്ലേ, പെട്ടെന്ന് പിടിക്കും. ഇതിന് നമുക്ക് അടച്ച് വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. മീൻ തിളച്ച് വരുന്നുണ്ട്. ശകല ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ ശകല ഉപ്പും കൂടി ചേർക്കുക. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച കറിവേപ്പിലയും കൂടെ ഇടാം. ഉപ്പും പുളിയും എല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ, ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ നല്ലൊരു മീൻകറി റെഡി ആയിട്ടുണ്ട്. സിലോപ്പിയ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.